കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവർ 3 പേരുമാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്ത ഐറണി ഡോണ്ട് ഇവർ 3 പേരും തോറ്റുപോയി. ഹലോ, ഒരു PSC എക്സാം എഴുതിന് അത്രയും വലിയ മാസ ഡയലോഗൊക്കെ പുച്ഛമല്ല. നീ പറഞ്ഞതൊക്കെ ഒരു അർത്ഥം പറഞ്ഞിട്ടാണോ നീ പറയുന്നത്? പിന്നെ അർത്ഥം അറിയാണ്ട് ഞാൻ എന്നാന്ന് പറഞ്ഞേ, ഈ പറഞ്ഞില്ല ഐറണിയുടെ മീനിങ് എന്താ? ഇരുമ്പ് കണ്ടി ഇരുമ്പ് ഐറണി PSCക്കാ പഠിക്കുന്നല്ലേ? പരീക്ഷയുടെ കാര്യം തീരുമാനമായിട്ടോ? എന്താണ് അങ്ങനെയാ നല്ല കുട്ടികളെ. നമ്മളെന്താന്ന് വെച്ചാലേ നമ്മളതിന് മലയാളത്തിൽ വിരോധാഭാസം എന്ന് പറയും. എന്ന് വെച്ചാല് നമ്മളൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചിട്ട് അതിന് നേരെ വിപരീതമായിരിക്കും നമ്മൾ പറയണ്ടാവുക. അതൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇല്ല, ഇതൊരു ഐറണിയാണ്. എന്ന് വെച്ചാലേ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് മുങ്ങൽ വിദഗ്ധൻ മുങ്ങി മരിച്ചു എന്ന് കേട്ടില്ലേ? ശരിക്കും മുങ്ങൽ വിദഗ്ധൻ അസാധ്യം നീന്താൻ അറിയുന്ന ആളാണ്. പക്ഷെ അയാൾ മുങ്ങി മരിച്ചു എന്ന് പറയുന്നത് അതിനൊരു വിരോധാഭാസമാണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ പറയാണ് ദ പോലീസ് സ്റ്റേഷൻ വാസ് റോബ്ഡ്. പോലീസ് സ്റ്റേഷൻ വാസ് റോബ്ഡ് എന്ന് വെച്ചാൽ ശരിക്കും പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യേണ്ടതാണ്? റോബ് ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ അതിനെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അതിനെ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിവിടെ ഒരു ഐറണി ഉണ്ട്. പിന്നെ നമ്മളെ ദീപ് പട്ടേലിന്റെ ഒരു ഫോം ഉണ്ട്. ആ ഫോത്തിനകത്ത് ഓൺ കില്ലിങ് എ ട്രീ എന്നാ അദ്ദേഹം പറയുന്നത്. മൂപ്പര് പറയുന്നത് നമ്മൾ മരത്തെ ഒരിക്കലും കൊല്ലരുതെന്നാ, മരത്തെ ഒരിക്കലും മുറിക്കരുതെന്നാ. പക്ഷെ മൂപ്പര് പറയുന്നത് എന്താ? ഓൺ കില്ലിങ് എ ട്രീ, ഒരു മരത്തെ കൊല്ലുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞു വെക്കുന്നത്. ഞാൻ പറയുന്നത് ഫയർ സ്റ്റേഷൻ കത്തിപ്പിടിച്ചു. കറക്റ്റാണ്. പഠിച്ചല്ലോ. ഇനി നീ ധൈര്യമായിട്ട് മാസ ഡയലോഗോ ഭഗത് സിംഗോ കർണനോ ഇരുമ്പോ തുരുമ്പോ എന്താന്ന് വെച്ചാ പറഞ്ഞോ. ഞാനേ ഒരു കടി എടുത്തു. ഇല്ല, പിറകി പോലെ നില്ല് ഞാൻ പറയട്ടെ.